സുജയ നേരത്തെ പറഞ്ഞിരുന്നു ഈ BJP സർക്കാർ ഇപ്പോഴുള്ള സർക്കാർ മതേതരമല്ലേ അല്ലേ, ഇവിടെ എന്താ പറയുക, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ള അതിനകത്ത്, ഒരു സർക്കാരിന് താഴെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അരക്ഷിതരാണ് എങ്കിൽ ആ സർക്കാർ മതേതരമല്ല. അതിനപ്പുറത്തൊരു തെളിവ് വേണ്ട. കാരണം ഒന്ന് നോക്കൂ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, അവർ ഭയചകിതരായിട്ടാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അവിടെ അവർ ഭയചകിതരാണ്. രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷങ്ങൾ തീരുമാനമെടുത്ത് മുന്നേറുകയും ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യുകയും ചെയ്താൽ, പിന്നെ നേരത്തെ അരുണും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജനവിഭാഗത്തിന് പാർലമെൻറ്റിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ ഇല്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിനിധിയില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റിൽ മാത്രമല്ല പാർലമെൻറ്റിൽ മാത്രമല്ല ഈ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു MLA പോലും ഇല്ല. അങ്ങനെയുണ്ട്. എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് BJP, അവിടെയൊന്നും ഒരു MLA ഇല്ല. ഇതിനപ്പുറത്ത് ഈ സർക്കാരും ഈ പാർട്ടിയും മതേതരമല്ല എന്ന് തെളിയിക്കാൻ മറ്റൊരു കാര്യവും വേണ്ട. ഒരു സർക്കാരിൻ്റെ താഴെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഒരു സർക്കാരിന് താഴെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ, അവർ ഭീഷണിയിലാണെങ്കിൽ, അവർ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സർക്കാർ മതേതരമല്ല. Meet the editors.